Hi students, welcome to the accountancy class. ഇന്നത്തെ ക്ലാസ് നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിന്റെ തിയറി പാർട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുകയും ഒരേ സമയം നിങ്ങൾ വീഡിയോ കേൾക്കുകയും നോട്ട്ബുക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കുകയും ചെയ്യുക. ഓക്കെ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ തിയറി പാർട്ടാണ് പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ കറക്റ്റ് അക്കൗണ്ട് മെയിൻ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറാണ് ഞാൻ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത്. ഇപ്പോൾ 4ാമത്തെ ക്ലാസ്സാണ്. ഒരു ഇല്ലുസ്ട്രേഷൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഫോളോവിങ് ഇസ് ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഓഫ് മദ്രാസ് സ്പോർട്സ് ക്ലബ് ഫോർ ദി ഇയർ എൻഡ് 31 മാർച്ച് 2019. 2019 ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് നിങ്ങൾക്ക് തരിക. ഇപ്പോൾ നമുക്ക് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തന്നിട്ടുണ്ടാവും. അതിൻ്റെ ഒപ്പം കുറച്ച് അഡീഷണൽ ഇൻഫർമേഷനായിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഞാനൊന്ന് വായിക്കാം, ഒന്ന് പരിചയപ്പെടാം. റെസിപ്റ്റ് സൈഡിൽ നോക്കുക, ബാലൻസ് ബ്രോ ഡൗൺ, ക്യാഷ്, ബാങ്ക്, ഓപ്പണിംഗ് ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. സബ്സ്ക്രിപ്ഷൻ ഒരു റെസിപ്റ്റാണ്, ഇൻകമാണ്. 3,53,900 രൂപ ഇൻകം കിട്ടിയിട്ടുണ്ട്. ഡൊണേഷനായിട്ട് കുറച്ച് എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. എൻട്രൻസ് ഫീ കിട്ടിയിട്ടുണ്ട്. ലോക്കർ റെൻ്റായിട്ടും ഒരു ഇൻകം ലഭിച്ചിട്ടുണ്ട്. ഇത്രയാണ് റെസിപ്റ്റ് സൈഡിൽ കാണുന്ന ഇൻകം. ഇനി പേയ്മെൻറ്റ് സൈഡിൽ ചിലവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാലറി സാധാരണ പോലെ തന്നെ സാലറി എക്സ്പെൻസ് വന്നിട്ടുണ്ട്. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ഉണ്ട്. സ്പോർട്സ് എക്സ്പെൻസസ് ഉണ്ട്. ഇലക്ട്രിസിറ്റി ചാർജസ് ഉണ്ട്. റെൻറ്റ്, ഇതൊക്കെ സാധാരണ ചിലവുകളാണ്. എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസുകൾ വന്നിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു തുക, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് അതുപോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുകയ്ക്കാണ്, അതിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. അങ്ങനെ ഒരു 2,10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാണുന്നത് ബാലൻസ് ക്യാരി ഡൗൺ, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡും ബാങ്കുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് പേയ്മെൻറ്റ് സൈഡിൽ കാണുന്ന ഐറ്റംസ്. ഈ അഡീഷണൽ ഇൻഫർമേഷൻസ് എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദി ഇയർ 26,000. ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്, ഒരു വരുമാനമാണ് സ്ഥാപനത്തിൻ്റെ. അപ്പോൾ ഒരു 26,000 രൂപ ഇനിയും കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദി ഇയർ, സാലറി കൊടുത്തിട്ടുണ്ട്. 88,000 രൂപയാണ് കൊടുത്തത്. പേയ്മെൻറ്റ് സൈഡിൽ അത് കാണാം. പക്ഷേ ഒരു 8,000 രൂപ കൂടി ഇനിയും കൊടുക്കാനുണ്ട് ഈ വർഷം. എൻട്രൻസ് ഫീ ആൻഡ് ഡൊണേഷൻസ് ആർ ടു ബി ക്യാപിറ്റലൈസ്ഡ്. 3ാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. എൻട്രൻസ് ഫീ ആൻഡ് ഡൊണേഷൻ ആർ ടു ബി ക്യാപിറ്റലൈസ്ഡ്. അപ്പോൾ ഈ വർഷം ഒരു എൻട്രൻസ് ഫീ ആയിട്ട് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ 24,000 എൻട്രൻസ് ഫീയും ഒരു 60,000 ഡൊണേഷനും കിട്ടിയിട്ടുണ്ട്. ഇത് ക്യാപിറ്റലൈസ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം അത് വരുമാനമായിട്ട് ഈ വർഷം ഉപയോഗിക്കാൻ കഴിയില്ല. അത് ബാലൻസ് ഷീറ്റിലേക്കാണ് മാറ്റേണ്ടത്. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓൺ 31 മാർച്ച് 2019. സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ആയിട്ട് സ്റ്റേഷനറിയുടെ സ്റ്റോക്കാണത് ഈ വർഷം അവസാനം. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് സൈഡിൽ നോക്കുക. സ്റ്റേഷനറി പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി 9,320 രൂപ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി വകയിൽ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അത്രയും രൂപയുടെ വാങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം, പർച്ചേസ്. പക്ഷെ മുഴുവൻ ഉപയോഗിച്ചിട്ടില്ല. 800 രൂപയുടെ ബാലൻസ് ഉണ്ട്. ഇതെന്താണ് ചെയ്യുക എന്നുള്ളത് അടുത്ത സെഷനിൽ നോക്കാം. ഡിപ്രീസിയേഷൻ സ്പോർട്സ് എക്യുപ്മെൻറ്റ് ബി ചാർജ് അറ്റ് 10%. കഴിഞ്ഞ വർഷം നമ്മൾ ഡിപ്രീസിയേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. സ്പോർട്സ് എക്യുപ്മെൻറ്റിന് 10% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഇത്രയാണ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്നിട്ടുള്ളത്. ഇനി നോക്കുക, ബാലൻസ് ഓൺ 1/4/2018, 1/4/2018 ഈ വർഷം ആദ്യമുള്ള കുറച്ച് അസറ്റുകളുടെ ബാലൻസാണ് തന്നിട്ടുള്ളത്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 1,20,000, സ്പോർട്സ് എക്യുപ്മെൻറ്റ് 18,000, ലൈബ്രറി ബുക്സ് 10,000. ഒരു ഓപ്പണിംഗ് അസറ്റുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഡാറ്റ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കടമ്പ. അപ്പോൾ അടുത്ത ഇനി ഇതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഓരോ ഐറ്റവും ഒന്നുകിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റണം.
അപ്പോൾ ശ്രദ്ധിക്കുക, റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ റെസീപ്റ്റ് സൈഡിലും പേയ്മെൻറ്റ് സൈഡിലും തന്നിട്ടുള്ള ഐറ്റംസ് ഒന്നുകിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റണം. ഇത് ഏതൊക്കെ എവിടേക്ക് പോകും എന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്ത് അഡീഷണൽ ഇൻഫർമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നോക്കുക. നിങ്ങൾക്ക് 5 അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും കാണിക്കണം, അതുപോലെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും കാണിക്കണം. അപ്പോൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ശ്രദ്ധിക്കാനുള്ളത് അതിൽ ഓരോ ഐറ്റവും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലോ കാണിക്കണം. അഡീഷണൽ ഇൻഫർമേഷൻ വരുന്നത് ഓരോ എമൗണ്ടും നിങ്ങൾ ഒന്നുകിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ രണ്ടിലും കാണിക്കേണ്ടതുണ്ട്. അടുത്തത് ബാലൻസസ്, കുറച്ച് ഓപ്പണിംഗ് അസറ്റ്സ് തന്നിട്ടുണ്ട്. ഇത് എന്തിനാണ് തന്നിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എന്നുള്ളൊരു എമൗണ്ട് കാണണം. ഈ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ് എന്ന് തന്നിട്ടില്ല. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഒരു ബാലൻസുകളാണ്, ഒരു ക്ലൂ ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. കുറേ അസറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ നോക്കാം. ശ്രദ്ധിക്കുക, ഇതൊരു വർക്കിംഗ് നോട്ടാണ്. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നേരത്തെ തന്നിട്ടുണ്ട്. അതുതന്നെ അതിലെ ഓരോ ഐറ്റവും ഏത് അക്കൗണ്ടിലേക്ക് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് കാണിക്കുന്നതാണ്. ഒരു വർക്കിംഗ് നോട്ടായിട്ടാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. റെസീപ്റ്റ് സൈഡ് നമുക്ക് ആദ്യം നോക്കാം. ബാലൻസ് ബ്രോഡ് ആണ്, ഓപ്പണിംഗ് ബാലൻസ് ആണ്. ക്യാഷും ഉണ്ട്, ബാങ്കും ഉണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷും ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബാങ്കും ഇത് റെക്കോർഡ് ചെയ്യേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലേക്കാണ് മാറ്റേണ്ടത്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്നുള്ള 2 ബാലൻസ് ഷീറ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും വേണം, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും വേണം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിനാണ്. ശ്രദ്ധിക്കുക, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിനാണ്. കാരണം ആ എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, മാറ്റി എഴുതുക. അടുത്ത് നോക്കൂ, സബ്സ്ക്രിപ്ഷൻ വരുമാനമാണ്, ഇൻകമാണ്. ഇൻകം ആയതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കണം, അതവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഡൊണേഷൻസ്, എൻട്രൻസ് ഫീ, ഇത് രണ്ടും ബാലൻസ് ഷീറ്റിലാണ് എടുക്കേണ്ടത് എന്ന് പ്രത്യേകം നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. 3ാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ അഡീഷണൽ ഇൻഫർമേഷൻ നമ്പർ 3 അതിൽ പറഞ്ഞിട്ടുണ്ട്. ഡൊണേഷനും എൻട്രൻസ് ഫീയും ബാലൻസ് ഷീറ്റിലാണ് നിങ്ങൾ എഴുതേണ്ടത് എന്ന്. ലോക്കർ റെൻറ്റ് സാധാരണ ഒരു ഇൻകമാണ്, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കാം. അപ്പോൾ റെസീപ്റ്റ് സൈഡിലെ ഐറ്റംസ് കഴിഞ്ഞു. നമുക്ക് പേയ്മെൻറ്റ് സൈഡിലേക്ക് വരാം. പേയ്മെൻറ്റ് സൈഡ് ചിലവുകൾ എഴുതുന്നതാണ്. സാലറി സാധാരണ ഒരു എക്സ്പെൻസാണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കണം. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി അത് ചിലവാണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എഴുതണം. സ്പോർട്സ് എക്സ്പെൻസസ്, ഇലക്ട്രിസിറ്റി ചാർജസ്, റെൻറ്റ്, എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ്, ഇതൊക്കെ സാധാരണ ചിലവുകൾ. സാധാരണ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പേയ്മെൻറ്റ് സൈഡിൽ എഴുതുന്ന അതേപോലെ തന്നെ, ഡെബിറ്റ് സൈഡിൽ എഴുതുന്ന അതേപോലെ തന്നെ ഇവിടെയും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എഴുതുക, റെക്കോർഡ് ചെയ്യുക. അതിന് മാറ്റമൊന്നുമില്ല. അടുത്തായിട്ട് നോക്കൂ, ഇൻവെസ്റ്റ്മെൻറ്റ്. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ തന്നിട്ടുള്ള ഐറ്റമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തതുപോലെയാണ്, ഒരു ഡെപ്പോസിറ്റാണ്, ബാങ്ക് ബാലൻസ് ആണ്, ഒരു അസറ്റാണ്. നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അടുത്ത് നോക്കൂ, ബാലൻസ് ക്യാരി ഡൗൺ. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്കാണ് തന്നിട്ടുള്ളത്. ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസിൻ്റെയും ക്ലോസിംഗ് ബാലൻസുകളാണ് തന്നിട്ടുള്ളത്. അത് അസറ്റാണ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കണം. ഇനി നമുക്ക് തന്നിട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷൻസ്, അഡ്ജസ്റ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് പരിചയപ്പെടാം. 1ാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കൂ, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദി ഇയർ 26,000. ഈ വർഷം 26,000 രൂപ സബ്സ്ക്രിപ്ഷൻ ഇനിയും ലഭിക്കാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, സബ്സ്ക്രിപ്ഷൻ സാധാരണ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഒരു വരുമാനമാണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കാണിക്കേണ്ട വരുമാനമാണ്. അപ്പോൾ 3,53,900 രൂപ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഇനിയും കിട്ടാനുണ്ട്. അതുകൊണ്ടത് ലഭിച്ച സബ്സ്ക്രിപ്ഷനൊപ്പം ആഡ് ചെയ്ത് കാണിക്കുകയും അതേസമയം അത് ബാലൻസ് ഷീറ്റിൽ കിട്ടാനുള്ള വരുമാനമാണ്, അതൊരു അസറ്റായിട്ട് ബാലൻസ് ഷീറ്റിലും കാണിക്കണം. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുള്ളത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും കാണിക്കണം, ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലും കാണിക്കണം. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദി ഇയർ
രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുക. സാലറി ഔട്ട്സ്റ്റാൻഡിങ്, സാലറി കൊടുത്തിട്ടുണ്ട് ഓൾറെഡി 88,000 രൂപ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തത് പോരാ, ഇനി 8,000 കൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ഈ വർഷത്തെ ചിലവായിട്ട് കണക്കിലെടുക്കണം. കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അതൊരു ബാധ്യതയുമാണ്. അപ്പോൾ ഒരേ സമയം സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ളത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സാലറിയോടൊപ്പം ആഡ് ചെയ്ത് കാണിക്കുകയും ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയും വേണം. അതൊരു ബാധ്യതയാണ്, കൊടുത്തിട്ടില്ല. അപ്പോൾ ബാധ്യതകളൊക്കെ വരുന്ന ഒരു സൈഡാണ് ലയബിലിറ്റി സൈഡ്. എൻട്രൻസ് ഫീ ആൻഡ് ഡൊണേഷൻ ആർ ടു ബി ക്യാപിറ്റലൈസ്ഡ്. അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നിന്ന് നേരെ എടുത്തിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. അത് ക്യാപിറ്റലൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ക്യാപിറ്റലിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കുക. സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി 800 rupees, 800 രൂപ സ്റ്റോക്ക് ഉണ്ട്. അത് ചെയ്യേണ്ടത് ഈ വർഷം നമ്മൾ സ്റ്റോക്ക് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി 9,320 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത്രയും ഉപയോഗിച്ചിട്ടില്ല. 800 രൂപയുടെ ബാലൻസ് ഉണ്ട്. അപ്പോൾ എത്രയാണോ ഉപയോഗിച്ചത് അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുക. 9,320 അല്ല, അതിൽ നിന്ന് 800 രൂപയുടെ ബാലൻസ് ഉണ്ട്, അത് മൈനസ് ചെയ്തിട്ട് വേണം കാണിക്കാൻ. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയതുകൊണ്ട് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും കാണിക്കാം. ഡിപ്രീസിയേഷൻ ഓൺ സ്പോർട്സ് എക്യുപ്മെൻറ്റ് ടു ബി ചാർജ് 10%. സാധാരണ ഡിപ്രീസിയേഷൻ കാണുന്നത് പോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ 10% കാണിക്കുകയും വേണം. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ആ കൺസേൺഡ് അസറ്റിൽ നിന്ന് മൈനസ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഇത്രയാണ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുന്നത്. ഇനി ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കുറച്ച് അസറ്റുകൾ അവിടെ തന്നിട്ടുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, സ്പോർട്സ് എക്യുപ്മെൻറ്റ്, ലൈബ്രറി ബുക്സ്. ഇത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് അതേപോലെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 1st April 2019 ടു കാൽക്കുലേറ്റ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റ് നമ്മൾ ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിനാണ്. കാരണം ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. പക്ഷേ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്യണമെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് ഉപകരിക്കുന്ന കുറേ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവും. ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റിൽ ചെയ്യുന്നു. കാരണം ബാലൻസ് ഷീറ്റിലാണ് ക്യാപിറ്റൽ ഫണ്ട് സാധാരണ കാണാറ്. അതുകൊണ്ടാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് കുറേ അസറ്റ്സാണ് നമുക്ക് തന്നിട്ടുള്ള. ക്യാഷ് തന്നിട്ടുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, സ്പോർട്സ് എക്യുപ്മെൻ്റ് ഉണ്ട്, ലൈബ്രറി ബുക്സ് ഉണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന അതേ ഫിഗേഴ്സ് ഇങ്ങോട്ട് മാറ്റി അസറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതുക. നോക്കൂ, ലയബിലിറ്റി സൈഡിലേക്കായിട്ട് പ്രത്യേകിച്ച് ലയബിലിറ്റികളൊന്നും ഓപ്പണിംഗ് ഡേറ്റിൽ ലയബിലിറ്റികളൊന്നും ബാധ്യതകളൊന്നും തന്നിട്ടില്ല. അപ്പോൾ ആ സൈഡിൽ വേറെ ഐറ്റംസ് ഒന്നും വരില്ല. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സാധാരണ പോലെ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യും. അങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ ലയബിലിറ്റി സൈഡിൽ കിട്ടുന്ന എമൗണ്ടിന് 1,69,700 രൂപ. അതിനെ ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നു. അതാണ് ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ക്യാപിറ്റൽ ഫണ്ട് 1,69,700 എന്നുള്ളത് ഈ എമൗണ്ട് ക്വസ്റ്റ്യനിൽ പ്രോബ്ലത്തിൽ തന്നിട്ടില്ല. അസറ്റുകളെല്ലാം ടോട്ടൽ ചെയ്തതിൻ്റെ എമൗണ്ടാണിത്. അതാണ് ക്യാപിറ്റൽ ഫണ്ട് എന്ന ലയബിലിറ്റി സൈഡിൽ അറിയപ്പെടുന്ന ഫിഗർ. ഓക്കെ, അങ്ങനെയാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന ഓപ്പണിംഗ് ഡേറ്റിലെ അസറ്റുകളും ലയബിലിറ്റികളും ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നു. ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്ത് ബാക്കി ഏത് സൈഡിലാണോ കുറവ്, മിക്കവാറും ലയബിലിറ്റി സൈഡിലാണ് ക്യാപിറ്റൽ വരിക, ലയബിലിറ്റി സൈഡിലായിരിക്കും കുറവ് എമൗണ്ട് ഷോർട്ടേജ് വരുന്നത്. ആ ഷോർട്ടേജ് വരുന്ന എമൗണ്ടാണ് ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. ഇത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് പോവുകയാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓഫ് മദ്രാസ് സ്പോർട്സ് ക്ലബ് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2019. നമുക്ക് ആദ്യം എക്സ്പെൻഡിച്ചർ സൈഡ് നോക്കാം. ഓരോ ഐറ്റവും നമുക്ക് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ സാലറി 88,000 രൂപ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ തന്നിട്ടുണ്ട്. 8,000 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുള്ള എമൗണ്ടാണ്. അത് ആഡ് ചെയ്തിട്ട് 96,000 രൂപയാണ് ഈ വർഷത്തെ സാലറി ആയിട്ട് എടുക്കേണ്ടത്. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി നിങ്ങൾ നോക്കുക. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ കൊടുത്തതായിട്ട് 9,320 രൂപയാണ്. 800 രൂപയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ആക്ച്വലി 9,320 രൂപ കൊടുത്തുവെങ്കിലും ഈ വർഷം ഉപയോഗിച്ചത് 8,520 രൂപയാണ്. അതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കേണ്ട തുക.
സ്പോർട്സ് എക്സ്പെൻസസ് അതിൽ മാറ്റമൊന്നുമില്ല. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ തന്ന ഫിഗർ തന്നെയാണ് നേരെ ഇങ്ങോട്ട് ചിലവ് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്നു. ഇലക്ട്രിസിറ്റി ചാർജസ്, റെൻറ്റ്, എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ് ഇതിനൊന്നും മാറ്റമില്ല. ചിലവ് പേയ്മെൻറ്റ് സൈഡിൽ നിന്ന് എടുത്തിട്ട് എക്സ്പെൻഡിച്ചർ സൈഡിൽ റെക്കോർഡ് ചെയ്യുക. ഡിപ്രീസിയേഷൻ ഓൺ സ്പോർട്സ് എക്യുപ്മെൻറ്റ്, കഴിഞ്ഞ വർഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ ചെയ്ത അതേപോലെ തന്നെ ഇവിടെയും സ്പോർട്സ് എക്യുപ്മെൻറ്റിൻ്റെ 10%, 18,000 രൂപയുടെ 10% ഡിപ്രീസിയേഷൻ റെക്കോർഡ് ചെയ്യണം, 1,800 രൂപ. ഇത്രയാണ് എക്സ്പെൻഡിച്ചർ സൈഡിൽ വരുന്ന ഐറ്റംസ്. ഇനി ഇൻകം സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ഇൻകം, വരുമാനമാണ്, ഇൻകമാണ്. 3,53,900 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ഒരു 26,000 രൂപ ഇനിയും കിട്ടാനുണ്ട്. കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി അത് ഈ വർഷത്തെ ഇൻകമായിട്ട് കണക്കിലെടുക്കണം. അങ്ങനെ മൊത്തം 3,79,900 രൂപയാണ് ഈ വർഷം സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കിട്ടേണ്ട തുക. അടുത്തൊരു ഇൻകമാണ് ലോക്കർ റെൻറ്റ്. അതിന് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറയുന്നില്ല. ലോക്കർ റെൻറ്റ് സാധാരണ ഇൻകം പോലെ കണക്കിലെടുക്കുന്നു. അങ്ങനെ മൊത്തം ടോട്ടൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സാധാരണ ടോട്ടൽ ചെയ്യുന്നത് പോലെ ക്രെഡിറ്റ് സൈഡിലാണ്, ഇൻകം സൈഡാണ് എമൗണ്ട് കൂടുതൽ. അവിടെ ആദ്യം ടോട്ടൽ ചെയ്യുക. 3,88,400 രൂപ കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇൻകം സൈഡ് ആദ്യം ടോട്ടൽ ചെയ്യണം. 3,88,400 ആ എമൗണ്ട് എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് എടുത്ത് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫിഗർ കിട്ടുന്നു. 1,72,400 രൂപ ബാലൻസ് കിട്ടുന്നു. ഇത് കഴിഞ്ഞ വർഷം ഇതിന് നമ്മൾ പേരിട്ടിരുന്നത് നെറ്റ് പ്രോഫിറ്റ് എന്നായിരുന്നു. ഈ വർഷം നമ്മളതിൻ്റെ പേര് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പേരൊന്ന് മാറ്റും. സർപ്ലസ് എന്നാണ് അതറിയപ്പെടുന്നത്. കഴിഞ്ഞ വർഷം നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ, അതേപോലെ തന്നെ സർപ്ലസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ ഫണ്ട്സ്. അപ്പോൾ സർപ്ലസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആദ്യം ഇൻകം സൈഡ് ടോട്ടൽ ചെയ്യുന്നു. അവിടെയാണ് കൂടുതൽ. നിങ്ങൾ പരിശോധിക്കണം ഏത് സൈഡാണ് എമൗണ്ട് കൂടുതൽ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം വേണം അവിടെ ആദ്യം ടോട്ടൽ ചെയ്യാൻ. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഏറ്റവും ടോട്ടൽ എമൗണ്ട് കൂടുതൽ വരുന്നത് ഇൻകം സൈഡാണ്. അവിടെ ടോട്ടൽ ചെയ്ത് ഡെബിറ്റ് സൈഡിലേക്ക് എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. അതിനുശേഷം ബാലൻസ് ചെയ്യുന്നു. ആ ബാലൻസാണ് സർപ്ലസ് എന്നറിയപ്പെടുന്നത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഇത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റാണ്. ആ സ്ഥാപനത്തിൻ്റെ അസറ്റ്സും ലയബിലിറ്റീസും ഡിസ്പ്ലേ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഓരോ ഐറ്റംസും നമുക്ക് പരിചയപ്പെടാം. 2 സൈഡുണ്ട്, അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും. നിങ്ങൾ പഠിച്ചത് തന്നെയാണ്, കഴിഞ്ഞ വർഷം പഠിച്ച ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് തന്നെയാണ് അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും. അസറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ട്, ബാങ്ക് ബാലൻസ് തന്നിട്ടുണ്ട്. ഈ 2 ഫിഗറും നിങ്ങൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന ക്ലോസിംഗ് ബാലൻസ് ആണ്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും കാണണം, ബാലൻസ് ഷീറ്റിലും കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷനാണ് 26,000 രൂപ. ക്ലോസിംഗ് സ്റ്റോക്ക് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 800 രൂപ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതാണ്. സ്പോർട്സ് എക്യുപ്മെൻറ്റ് 18,000 രൂപയുടെ സ്പോർട്സ് എക്യുപ്മെൻറ്റാണ് ഉണ്ടായിരുന്നത്. അതിൽ ഡിപ്രീസിയേഷൻ 1,800 മൈനസ് ചെയ്യുന്നു, 16,200. അതൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തതാണ്. ലൈബ്രറി ബുക്സ് അത് ഓപ്പണിംഗ് അസറ്റ്സ് ആണ്, അതിൽ മാറ്റമൊന്നുമില്ല. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് മാറ്റമില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് അതിലും മാറ്റമില്ല. അപ്പോൾ ഇത്രയും അസറ്റ് സൈഡിൽ ഫിഗേഴ്സ്. ഇനി നമുക്ക് ലയബിലിറ്റി സൈഡ് നോക്കാം. സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഒരു 8,000 രൂപ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. ഇത് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ഐറ്റമാണ്. അപ്പോൾ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെടുത്തു, ഇപ്പോൾ ബാലൻസ് ഷീറ്റിലും കാണിക്കുന്നു. ഡൊണേഷൻസ് എൻട്രൻസ് ഫീ, ഡൊണേഷനും എൻട്രൻസ് ഫീയും ബാലൻസ് ഷീറ്റിൽ കാണിക്കണമെന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെ എടുത്തിരിക്കുന്നു. ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്തതിൽ നിന്ന് കിട്ടിയ എമൗണ്ടാണ് 1,69,700 രൂപ. അതിൻ്റെ ഒപ്പം ഈ വർഷത്തെ ലാഭം എന്ന് പറയാൻ പറ്റില്ല, സർപ്ലസ്, അതുകൂടെ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് മൊത്തം ഈ വർഷത്തെ ക്യാപിറ്റൽ ഫണ്ട് 3,42,100 രൂപ എന്ന് ബാലൻസ് ഷീറ്റിൽ കാണിക്കാം. അപ്പോൾ അങ്ങനെ 2 സൈഡും ടോട്ടൽ ചെയ്താൽ ടാലിയായി പോകുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഡൊണേഷനും എൻട്രൻസ് ഫീയും നിങ്ങൾക്ക് ക്യാപിറ്റലൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ക്യാപിറ്റലിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കാണിക്കാം,
അല്ലെങ്കിൽ സെപ്പറേറ്റ് ലയബിലിറ്റി സൈഡിൽ കാണിച്ചാലും മതി. ഓക്കെ.